നമസ്കാരം. ട്രെൻഡിംഗ് നൗവിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷാവിധി ഉച്ചയ്ക്ക് ശേഷം. കുറ്റം ചെയ്തത് ഒന്നാം പ്രതിയെന്ന പ്രതിഭാഗം. കുറ്റകൃത്യത്തിൽ എല്ലാവർക്കും ഒരേ പങ്കെന്ന് പ്രോസിക്യൂഷൻ. ബലാത്സംഗം ചെയ്തത് പൾസർ സുനി മാത്രമെന്നും അങ്ങനെയെങ്കിൽ എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷ ഇങ്ങനെ നൽകാൻ കഴിയുമെന്നും കോടതി. യഥാർത്ഥ കുറ്റവാളി മറിഞ്ഞിരിപ്പുണ്ടെന്ന് പ്രോസിക്യൂഷൻ. ശിക്ഷാവിധി ഉച്ചയ്ക്ക് ശേഷം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും വർധന. ഈ മാസത്തിലെ ഏറ്റവും ഉയർന്ന വിലയിലെത്തി. പവന് 1400 രൂപ കൂടി 97,280 രൂപയിലെത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന് ജാമ്യമില്ല. ജാമ്യം നിഷേധിച്ച് കൊല്ലം വിജിലൻസ് കോടതി. സ്വർണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്തം തനിക്ക് മാത്രമല്ലെന്ന വാദം കോടതി തള്ളി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. ആധിപത്യം തുടരാനാകുമെന്ന പ്രതീക്ഷയിൽ LDF. തിരിച്ചുവരവിന് കളം ഒരുങ്ങുന്നുവെന്ന കണക്കുകൂട്ടലിൽ UDF. കരുത്തു കാണിക്കാൻ BJP. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പത്തനംതിട്ടയിലേക്ക് തിരിച്ചതായി സൂചന. അർദ്ധരാത്രിയിൽ കൊച്ചിയിലെത്തി അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ച നടന്നത് കേസ് 15-ന് വീണ്ടും പരിഗണിക്കാനിരിക്കെ. അനന്തപുരിക്ക് ഇനി സിനിമാ കാലം. IFFK 30ാം പതിപ്പിന് ഇന്ന് തുടക്കമാകും. ഉദ്ഘാടന ചിത്രമായ പലസ്തീൻ 36 ഉൾപ്പെടെ 11 ചിത്രങ്ങൾ കാണികൾക്ക് മുന്നിലെത്തും. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് വർധനവ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വില അല്പം കുറഞ്ഞു നിന്നെങ്കിലും ഇന്ന് ഞെട്ടിപ്പിക്കുന്ന വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതോടെ മാസത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്കും വിലയെത്തി. പവൻ 1400 രൂപയാണ് ഇന്ന് വർദ്ധിച്ചത്. ഇതോടെ വിപണിയിൽ പവന്റെ നിരക്ക് 97,280 രൂപയിലെത്തി. സർവകാല റെക്കോർഡിലേക്ക് സ്വർണം. വിവാഹ സ്വപ്നവും മറ്റ് ആഘോഷങ്ങൾക്കും സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കണ്ണീർ സ്വപ്നം മാത്രമാകും. അതെ, 97,000 കടന്ന് ഞെട്ടിച്ചിരിക്കുകയാണ് സ്വർണ്ണവില. റെക്കോർഡ് തകർത്ത് മുന്നോട്ടുള്ള കുതിപ്പ് തന്നെയാണ് വിപണിയിൽ കാണുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വലിയ വർധനവാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആഗോള വിപണിയിലും ആഭ്യന്തര വിപണിയിലും സ്വർണ്ണവില എക്കാലത്തെയും ഉയർന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഡിസംബർ 12-ന് സ്പോട്ട് മാർക്കറ്റിൽ ഔൺസിന് $4,271 മുകളിലായിരുന്നു വില. 2026-ൽ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ സംബന്ധിച്ച് നെഗറ്റീവ് സൂചന നൽകിയിട്ടുണ്ട്. എന്തായാലും ഭൗമരാഷ്ട്രീയ അസ്ഥിരതകളിടയിലും സുരക്ഷിത നിക്ഷേപ ആവശ്യകത കാരണം സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില ശക്തമായി വ്യാപാരം നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതാണ് ഇന്ന് സ്വർണത്തിന് കുത്തനെ വില വർദ്ധിക്കാൻ കാരണമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാനത്ത് ഇന്നത്തെ സ്വർണത്തിന് പവൻ ഗ്രാം നിരക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് 1 ഗ്രാം സ്വർണത്തിന് 175 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. അതായത് 1400 രൂപയാണ് പവന് ഉയർന്നത്. ഇതോടെ സ്വർണ്ണവില 97,000 കടന്ന് 1 പവൻ 22 കാരറ്റ് സ്വർണത്തിന്റെ വിപണിയിലെ വില എന്ന് പറയുന്നത് 97,280 രൂപയാണ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ 5% GSTയും 3% ഹോൾമാർക്കിംഗ് ചാർജും ചേർത്താൽ ഇന്ന് 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ 1 ലക്ഷത്തിന് മുകളിൽ തന്നെ വില നൽകേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 2 തവണയായി സ്വർണ്ണവില പരിഷ്കരിച്ചിരുന്നു. രാവിലെ 80 രൂപ പവന് കുറഞ്ഞെങ്കിലും ഉച്ചയ്ക്ക് ശേഷം 400 രൂപ വർദ്ധിക്കുന്നതാണ് കണ്ടത്. ഇന്നും ഇന്നലെയുമായി 1,800 രൂപയാണ് പവന് വർദ്ധിച്ചത്. എന്തായാലും ഗ്രാമിന് 12,160 രൂപയിൽ എത്തിയതും സമീപകാലത്ത് വില 12,000-ൽ ആദ്യമായി എത്തുന്നതും ഇന്നാണ്. ഒക്ടോബർ 17-നും 25-നും രേഖപ്പെടുത്തിയ 12,170 ഇതിനു മുൻപ് ഗ്രാമിന് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന വിലയാണ്. പവൻ സ്വർണത്തിന് ഇന്ന് 1,400 രൂപ കൂടിയപ്പോൾ ഞെട്ടലോടെയാണ് ഉപഭോക്താക്കളുമുള്ളത്. ഒക്ടോബർ 17-നും 25-നും രേഖപ്പെടുത്തിയ 97,360 കേരളത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ ഏറ്റവും ഉയർന്ന പവൻ വില. ഇതോടെ ക്രിസ്മസിനും പുതുവത്സരത്തിനുമെല്ലാം സമ്മാനമായി സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചോളൂ. വിലവർധനവ് സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഉപഭോക്താക്കൾക്ക്. 1 പവന്റെ ആഭരണം വാങ്ങാൻ ഒരിക്കലും ഇന്ന് താങ്ങാനാകില്ലെന്നാണ് ആഭരണ പ്രേമികളും പറയുന്നത്.
പുതിയ സാഹചര്യത്തിൽ സ്വർണ്ണവില വരും ദിവസങ്ങളിലും ഉയരാൻ തന്നെയാണ് സാധ്യതയെന്നും വിദഗ്ധർ പറയുന്നു. കേന്ദ്ര ബാങ്കുകളുടെ സ്വർണ്ണശേഖരം വർദ്ധിപ്പിക്കുന്ന നടപടിയാണ് വലിയ കാര്യമായി ഉത്തേജിപ്പിക്കുന്നത്. 2026 സ്വർണം നേട്ടം കൊയ്യുന്നത് തുടരുമെന്നാണ് പറയുന്നത്. 60% വർധനവാണ് 2025 മാത്രം സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തിയത്. എന്തായാലും 2026 ഈ കുതിപ്പ് തുടരുമെന്ന് തന്നെയാണ് പ്രവചിക്കപ്പെടുന്നത്. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വലിയ ഒരു കുതിപ്പ് തന്നെയാണ് കാണാനാവുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി അക്ഷയ PM ചേരുന്നുണ്ട്. അക്ഷയ, ഇപ്പോൾ സംസ്ഥാനത്ത് സ്വർണ്ണവില വലിയ രീതിയിൽ തന്നെ കുതിക്കുകയാണ്. ചെറിയ രീതിയിൽ കുറവ് സംഭവിച്ചിരുന്നെങ്കിൽ പോലും അതിനും എത്രയോ ഇരട്ടി വേഗത്തിലാണ് ഈ ഒരു കുതിപ്പ് കാണാനാവുന്നത്. അതേസമയം തന്നെ 1 ലക്ഷം കടക്കാനുള്ള ഒരു സാധ്യതയൊക്കെ തന്നെയാണ് മുന്നിൽ കാണുന്നത്. രമ്യ, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വലിയൊരു റെക്കോർഡ് കുതിപ്പ് തന്നെയാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. നിലവിലെ സൂചനകളെല്ലാം പറഞ്ഞു വരുവാണെങ്കിൽ അധികം വൈകാതെ തന്നെ സ്വർണ്ണവില 1 ലക്ഷം കടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം വെറും 2720 രൂപയുടെ കുറവ് മാത്രമാണ് പവന് 1 ലക്ഷത്തിലേക്ക് എത്താനുള്ള ഇനി ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലെ ഓരോ മണിക്കൂറിലും ഈ ഒരു ചാഞ്ചാട്ടം നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വില കൂടിയും കുറഞ്ഞും ഉള്ള ഒരു ഇരട്ട നിരക്കുകൾക്ക് പിന്നാലെയാണ് ഈ വലിയൊരു വർധനവ് സ്വർണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്ത് ഇത് വളരെ ഞെട്ടിക്കുന്ന ഒരു വില മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 22 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 175 രൂപ കൂടി 12,160 രൂപയും പവന് 1,400 രൂപ കൂടി 97,280 രൂപയിലുമാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത്. സ്വർണം വില 1 ലക്ഷം രൂപയിലേക്ക് എത്താൻ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2,720 രൂപയുടെ ഒരു കുറവ് മാത്രമാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വില വർദ്ധിച്ച സാഹചര്യത്തിൽ ഇനി ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ കൂടിയും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നമുക്ക് 1,05,000 രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരും. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം. ശരി അക്ഷയ, തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം സ്വർണ്ണ വ്യാപാരി ശ്രീ അരുൺ മാർക്കോസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അരുൺ മാർക്കോസ്, നമസ്കാരം. ഇപ്പോൾ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വലിയൊരു കുതിപ്പ് തന്നെയാണ് കാണുന്നത്. എത്ര ദിവസം ചെറിയ രീതിയിലൊക്കെ കൂടിയിരുന്നെങ്കിൽ പോലും അതിന് പാകമായി തന്നെ ചെറിയ രീതിയിൽ കുറയുന്ന ഒരു സാഹചര്യമൊക്കെ കണ്ടിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും ഇന്ന് വലിയൊരു കുതിപ്പ് 1,400 രൂപയുടെ ഒരു കുതിപ്പ് തന്നെയാണ് ഇന്ന് കാണാനാവുന്നത്. എങ്ങനെയാണ് ഇത് വ്യാപാരത്തെ ബാധിക്കാൻ പോകുന്നത്? വ്യാപാരത്തെ തീർത്തും മോശകരമായ അവസ്ഥയിൽ തന്നെയാണ് ഈ സ്വർണ്ണവിലയുടെ വർധനവ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിലവിൽ ഇത്രയും വലിയൊരു വർധനവ്, ഇന്ന് ഉണ്ടായിരിക്കുന്ന വർധനവ് 175 രൂപ ഗ്രാമിനാണ് വർദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും വലിയൊരു വർധനവ് ആരും പ്രതീക്ഷിച്ചിരുന്നതുമല്ല. ഈ സമയത്ത് ഏകദേശം 2026 ഒരു പക്ഷേ ഈ ഒരു വിലയിലേക്ക് അല്ലെങ്കിൽ ഇതിന് മുകളിലേക്ക് എത്തുമെന്ന് പലരും പ്രവചിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും പെട്ടെന്ന് ഒരു ചേഞ്ച് ഉണ്ടാകാനുള്ള യാതൊരു സാഹചര്യവും ഇന്നലെ വൈകുന്നേരം വരെയുള്ള മാർക്കറ്റ് ഷെയറിൽ നിന്നില്ലായിരുന്നു. ഇന്നലെ രാത്രിയിൽ വീണ്ടും യുക്രൈൻ റഷ്യ യുദ്ധം, അതില് ഒരു സമാധാന ശ്രമത്തിനായി ഇന്നലെ ഒരു യോഗം, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമാധാന ചർച്ച തുടരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക, ഉക്രൈൻ, ജർമ്മനി, ഫ്രാൻസ്, UK എന്നിവയടങ്ങുന്ന ഈ 3 രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഒരു സമാധാന ചർച്ചയിലേക്ക് പോകുന്നു എന്നൊരു കാര്യം പുറത്തു വരികയുണ്ടായി. അതിനെ തുടർന്നാണ് ഇത്രയും വലിയ ഒരു വില വർധനവ് ഉണ്ടായിരിക്കുന്നത്. അത് ഇതുവരെ കൂടാത്ത തരത്തിലേക്ക് വില വർദ്ധിക്കുകയും ചെയ്തു. അത് മാത്രവുമല്ല, ട്രംപ് ഇന്നലെ ഒരു പ്രഖ്യാപനം നടത്തി. ഓഹരി വിപണി എക്കാലത്തെയും ഉയർന്ന നിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള തരത്തിലൊരു പ്രഖ്യാപനം നടത്തി. ഈ പ്രഖ്യാപനങ്ങളും ഇങ്ങനെയുള്ള ചർച്ചകളിലേക്കുള്ള വഴിവെപ്പ്, ഒരു സമാധാന ശ്രമം, ഇതെല്ലാം കൂടിയാണ് നിലവില് ഈ വിലയിൽ ഇത്രയും ഒരു വേരിയേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഇതൊരു നല്ല വിപണിക്ക് ഗുണകരമാവില്ല എന്ന് തന്നെയാണ് വ്യാപാരിയായ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായും ഈ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ സംബന്ധിച്ച് ഈ ഒരു സൂചനയൊക്കെ തന്നെയാണ് ഈ ഒരു സ്വർണ്ണവിലയെ വർദ്ധിക്കാനുള്ള ഒരു കാരണമായി തന്നെ മുന്നിൽ കാണുന്നതും. ഇനിയും ഈ ഒരു സ്വർണ്ണവില വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം തന്നെ ഈ വിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ എന്തു തന്നെയായാലും സ്വർണം വാങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം 1 ലക്ഷം ഒക്കെ കടന്നു വേണം ഇപ്പോൾ ഇന്ന് 1 പവൻ സ്വർണം വാങ്ങാനായിട്ട്. അപ്പോൾ ഇന്നലെ സ്വർണം വാങ്ങണമെന്ന് കരുതി വില തിരക്കിയ ആളുകളുണ്ട്. അവർ ഇന്ന് വരാം, ഇന്നലത്തെ റേറ്റ് ഒക്കെ ചോദിച്ചിട്ട് നമ്മളോട് സംസാരിച്ച ആളുകളുണ്ട്. പക്ഷെ അവര് പോലും ഇന്നിപ്പോ വിപണിയിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ തന്നെ
നമ്മൾ ഇന്നലെ പറഞ്ഞതിനേക്കാൾ വളരെ വലിയൊരു തുക അവർക്ക് നൽകേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യങ്ങൾ ആളുകളെ സംബന്ധിച്ച് അത് വലിയ ഒരു ബർഡനാണ് ഉണ്ടാക്കുന്നത്. കാരണം ഒരു ദിവസം ഇത്രയും അധികം രൂപ ഒരു ഗ്രാമിനൊക്കെ വർദ്ധിക്കുമ്പോൾ അത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അവർക്ക് താങ്ങാവുന്നതിലും വളരെ അപ്പുറമാണ്. ഇങ്ങനെ ഒരു വില വർധനവ് ഇനിയിപ്പോ റിസർവിന്റെ പലിശ നിരക്ക് കുറയ്ക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇതുവരെയും അത് വീണ്ടും കുറച്ചിട്ടില്ല. അപ്പൊ കുറയ്ക്കുന്നൊരു സാഹചര്യം കൂടി വന്നു കഴിയുമ്പോൾ അത് വീണ്ടും ഡയറക്ട്ലി സ്വർണ്ണവിലയിൽ വർധന ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അങ്ങനെ ഇതെല്ലാം മുന്നിൽ കണ്ട് ഇനിയും ആഭരണങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇനിയും വൈകാതെ, അവർക്ക് അത്യാവശ്യമൊന്നുണ്ടെങ്കിൽ ഇനിയും വൈകാതെ ഒന്നിൽ ബുക്കിങ്ങിലേക്ക് കിടക്കുക, ഇല്ലെങ്കിൽ സ്വർണം വാങ്ങുക തന്നെ ചെയ്യുന്നതായിരിക്കും ഉചിതം. ഇനിയും മുന്നോട്ട് വെയിറ്റ് ചെയ്തിരുന്നിട്ട് വലിയ അർത്ഥം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. ഇനിയും വർദ്ധിക്കാനുള്ള സാഹചര്യം തന്നെയാണ് മുന്നിൽ കാണുന്നത്. തീർച്ചയായും ഇപ്പോൾ ഈ ഒരു സ്വർണ്ണവില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, അതേസമയം തന്നെ ഒരുപാട് വിവാഹങ്ങളൊക്കെ നടക്കാനുള്ള ഒരു സമയം കൂടിയാണ്. ഇനി വരുന്ന ഈ ഒരു ജനുവരി മുതലൊക്കെ തന്നെ വിവാഹ സീസണൊക്കെ ആരംഭിക്കാനും പോവുകയാണ്. അപ്പോൾ ഈ സ്വർണം വാങ്ങാനായിട്ട് വില കുറയാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഒരു വലിയൊരു നിരാശ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ 2026 കടക്കുമ്പോൾ സ്വർണ്ണവില കുറയും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ മുന്നിൽ വയ്ക്കാം. സ്വർണ്ണവില കുറയും എന്നുള്ളൊരു പ്രതീക്ഷ മുന്നിൽ വെക്കാനായിട്ടൊരു നിലവിലെ ഒരു സാഹചര്യം കാണുന്നില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് 2026 1 ലക്ഷവും കടന്ന് മുകളിലേക്ക് കുതിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് മുന്നിലുള്ളത്. അങ്ങനെ ഒക്കെ ഉള്ളപ്പോൾ അത് തന്നെയല്ല, ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡ് ഒരാഴ്ച കൂടി തുടർന്നാൽ ഒരു പക്ഷേ ഈ 2025 തന്നെ സ്വർണ്ണവില മാത്രം 1 ലക്ഷം കടന്നു പോകാനുമുള്ള സാധ്യത തള്ളിക്കളയാനും സാധിക്കില്ല. അപ്പോ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തെങ്കിലും തരത്തിൽ ആവശ്യങ്ങൾക്കായി, വിവാഹ ആവശ്യങ്ങളോ മറ്റാവശ്യങ്ങൾക്കോ ഒക്കെ സ്വർണം വാങ്ങാൻ ആഗ്രഹമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ സ്വർണം വാങ്ങാനായിട്ടോ അല്ലെങ്കിൽ അത് ബുക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളോ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കാര്യം എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതെ, അതേസമയം തന്നെ മറ്റൊരു വശത്ത് ഈ ഒരു വില കൂടാനായി കാത്തിരിക്കുന്നവരുമുണ്ട്. കാരണം വിൽക്കാനായി സ്വർണം, മറ്റാവശ്യങ്ങൾക്കൊക്കെയായി സ്വർണം വിൽക്കാനായി കാത്തിരിക്കുന്നവരും ഒരുപാട് പേരാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു സ്വർണം വിൽക്കാനുള്ള ഒരു സമയം ഇത് തന്നെ ആയിരിക്കാം. എന്തുകൊണ്ടും സ്വർണം വിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് എപ്പോൾ വിൽക്കുമ്പോഴും നേട്ടം തന്നെയാണ്. അവര് വിൽക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒന്നുകിൽ സ്ഥലം വാങ്ങലിനോ അല്ലെങ്കിൽ വീട് വെക്കുന്നതിനാവശ്യമായിട്ടോ ഒക്കെ ആവും. അത് ഈ ഒരു വിലയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 2 വർഷത്തിനിടയ്ക്ക് അല്ലെങ്കിൽ 3 വർഷത്തിനിടയ്ക്ക് 100% അടുത്തൊക്കെ ഉള്ള തരത്തിൽ വർധനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വർണം കൈവശം ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് തന്നെ വിറ്റ് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഉചിതം. കാരണം ഈ സ്വർണത്തിന് വില വർദ്ധിക്കുന്നു, അതിനോടൊപ്പം തന്നെ ഈ ഇപ്പൊ കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെയൊക്കെ ആണെങ്കിലും വില വർദ്ധിക്കാനുള്ള സാഹചര്യവും ഉണ്ട്. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ഈ കൂടിയ വിലയ്ക്ക് സ്വർണം വിറ്റുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ എത്രയും നേരത്തെ നടത്തി മുന്നോട്ട് പോകുന്നതിനെ ആയിരിക്കും അവരെ സംബന്ധിച്ച് നല്ലത്. അതുകൊണ്ട് ഇത് വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും ഏറ്റവും അനുയോജ്യമായ ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സ്വർണം വാങ്ങേണ്ട ആളുകൾക്കും വിൽക്കേണ്ട ആളുകൾക്കും എത്രയും ഈ സമയത്ത് തന്നെ വിപണികളിലെത്തി അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാവുന്നതാണ്. എവിടെ പോയാലും കൃത്യമായ വില നോക്കി ഇത് ചെയ്യണം. കാരണം ഒരുപാട് തട്ടിപ്പുകൾ ഈ സ്വർണ്ണ വിൽപ്പനയുമായി ബന്ധപ്പെട്ട്, സ്വർണം വാങ്ങുന്നതിനേക്കാൾ ഉപരി വാങ്ങുമ്പോൾ പണിക്കൂലി എന്ന നിലയിലാണെങ്കിൽ വിൽക്കുമ്പോൾ സ്വർണത്തിന് പൂർണ്ണമായും മുഴുവൻ വിലയും നൽകും എന്നുള്ള തരത്തിലൊക്കെ പരസ്യങ്ങൾ ചെയ്തും അല്ലെങ്കിൽ ഒക്കെ ഒരുപാട് ആളുകൾ ഈ സ്വർണ്ണ വാങ്ങലുമായി ബന്ധപ്പെട്ട മേഖലയിലേക്ക് കടന്നു പോകുന്നുണ്ട്. അത് പുതിയതായിട്ട് കടന്നു വന്ന ആളുകൾ വൻ പരസ്യങ്ങൾ നൽകിയൊക്കെ ആളുകളെ ആകർഷിക്കുന്ന തരത്തിലും അവരവിടെ എത്തിക്കഴിഞ്ഞാൽ അവരെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിന് നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെയുള്ള ചൂഷണങ്ങളിൽ പോയി ആളുകൾ പെടരുത് എന്നുള്ള ഒരു ചെറിയ ഉപദേശം കൂടി ഈ ഒരു അവസരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ അരുൺ മാർക്കോസ് ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വലിയൊരു കുതിപ്പ് തന്നെയാണെന്നുണ്ടായിരിക്കുന്നത്. ആഗോള വിപണിയിലും ആഭ്യന്തര വിപണിയിലും സ്വർണ്ണവില ഇക്കാലത്തെയും ഉയർന്ന നിരക്കിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഡിസംബർ 12, അതായത് ഇന്ന് സ്പോട്ട് മാർക്കറ്റിൽ ഔൺസിന് $4,271 മുകളിലാണ് ഇന്ന് വില നിൽക്കുന്നത്. ഇന്നലെ
കഴിഞ്ഞ ദിവസമൊക്കെയായി ഓക്മണ്ടഡ് ബുള്ളി റിപ്പോർട്ടൊക്കെ അനുസരിച്ച് 2026 ഈ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ സംബന്ധിച്ച കുറേ സൂചനകൾ വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊക്കെ സ്വർണ്ണവില ഇനിയും വർദ്ധിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടലൊക്കെ തന്നെയാണ് മുന്നിൽ നമ്മൾ കാണേണ്ടത്. ഭൗമരാഷ്ട്രീയ അസ്ഥിരതയിലിടയിലും ഈ ഒരു സുരക്ഷിത നിക്ഷേപ ആവശ്യകത കാരണം സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വില ശക്തമായി തന്നെ വ്യാപാരം നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകളടക്കം സൂചിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് സ്വർണത്തിന് ഇന്ന് കുത്തനെ വില വർദ്ധിക്കാനുള്ള ഒരു കാരണമായും പറയപ്പെടുന്നത്. സംസ്ഥാനത്ത് ഇന്ന് മാത്രമായി 1400 രൂപയാണ് പവന വർദ്ധിച്ചിരിക്കുന്നത്. 97,000 കടന്ന സ്വർണ്ണവില 97,280 രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ പണിക്കൂലിയും ഒക്കെ കൂട്ടി 1 ലക്ഷത്തിന് പുറത്ത് ചിലവാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ മലയാളികൾ സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്കും അതേസമയം സ്വർണം വിൽക്കാനിരിക്കുന്നവർക്കും ഇത് തന്നെ ആയിരിക്കും നല്ല സമയം എന്ന് തന്നെയാണ് സ്വർണ്ണ വ്യാപാരി അടക്കം ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഭാവിയിൽ ഇനിയും വില കൂടാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണണമെന്നുള്ള ഒരു കാര്യം വിദഗ്ധർ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി ഡോക്ടർ മേരി ജോർജ്, നമസ്കാരം. ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് തന്നെയാണ് സ്വർണ്ണവിലയിൽ ഇന്ന് മാത്രമായി ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെറിയ തോതിൽ സ്വർണ്ണവില കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്ന് അതിലും എത്രയോ ഇരട്ടിയായി 1400 രൂപയാണ് ഇന്ന് വർദ്ധിച്ചിരിക്കുന്നത്. ഇനിയും സ്വർണ്ണവില ഇനിയും വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണോ മുന്നിൽ കാണേണ്ടത്? എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വിപണിയുടെ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം രൂപയുടെ മൂല്യം വളരെ ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുകയാണ്. 0.5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കുകയും ഒക്കെ ചെയ്തു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പക്ഷേ അതിനുശേഷവും അത് മാത്രവുമല്ല, രൂപ ഇൻട്രസ്റ്റ് കുറച്ചു, റീപ്പോ റേറ്റ് കുറച്ചു എന്നുള്ളത് മാത്രമല്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2600 കോടിയിലധികം ഡോളർ വിറ്റഴിച്ചു. രൂപയുടെ മൂല്യം ഉയർത്താൻ വേണ്ടിയാണ് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലായി 2600 കോടി ഡോളർ റിസർവ് ബാങ്ക് കൈവശത്തിൽ നിന്ന് വിറ്റഴിച്ചത്. എന്നിട്ട് പോലും രൂപയുടെ മൂല്യം 90ന്റെ ചുറ്റുവട്ടത്തിൽ കിടന്ന് കളിക്കുകയാണ്. അപ്പം രൂപയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ അനാകർഷകമായി അഥവാ റിസ്കിയായി. അപ്പൊ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്? ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും അത്ര തന്നെ എന്താ പറയാ സേഫ് ആണ് എന്ന് പറയാൻ ഒക്കില്ല. കാരണം ഇപ്പൊ ഈ വെസ്റ്റ് ഏഷ്യയിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുകയാണ്, ചർച്ചകൾ നടക്കുന്നു, പ്രതീക്ഷയുണ്ട്. എങ്കിൽ പോലും അത് എപ്പോൾ പൂവണിയും, അത് വേഴ്സ് ആകുമോ നന്നാകുമോ എന്നുള്ള കാര്യം തന്നെ ഉറപ്പില്ല. അതുപോലെ തന്നെ ട്രംപിന്റെ വ്യാപാര യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ മയക്കുവെടിയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ പോലും ട്രംപ് യഥാർത്ഥത്തിൽ താഴേക്ക് ഇറങ്ങി വന്ന് താരിഫുകളൊക്കെ ഫിക്സ് ചെയ്ത് ലോക വ്യാപാര ക്രമം സംശുദ്ധമാക്കാനുള്ള നടപടി എടുക്കുന്നില്ല. അപ്പൊ അത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെ ഡോളറിന്റെ മൂല്യവും അത്ര വിശ്വസനീയമായതല്ല. അങ്ങനെ വരുമ്പോൾ ലോക ജനതയ്ക്ക്, ഇന്ത്യക്കാരെ അല്ല നമ്മൾ നോക്കേണ്ടത്, ലോക ജനതയ്ക്ക് ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും നല്ല ഒരു നിക്ഷേപ മാർഗം എന്ന് പറയുന്നത് സ്വർണം തന്നെയാണ്. കേട്ടിട്ടില്ലേ ETF, സ്വർണം ETF എന്ന്, അതായത് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡ്. അതിപ്പോ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശ്രോതാക്കളൊക്കെ കാണാറുണ്ടായിരിക്കും, 10 രൂപ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റ്. അത് 10 രൂപ എന്ന് പറയുന്നത് 10,000 ആകാം. അതുപോലെ ഏത് എമൗണ്ടിലും സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ പേരിൽ അത്രയും സ്വർണം വരും. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നുവോ അതുപോലെ തന്നെ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ ഇപ്പൊ സ്വർണത്തിന്റെ പ്രത്യേകത എന്താ? സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിൽ ഭയങ്കര ഫ്ലക്ച്വേഷൻ ആണ്. മറിച്ച് ഗോൾഡ് മാർക്കറ്റ് ആണെങ്കിൽ വളരെ ചെറിയ ചെറിയ ചലനങ്ങൾക്ക് താഴോട്ട് ഇത്തിരി പോകും, അതിൽ കൂടുതൽ മുകളിലോട്ട് വരും. ഈ തരത്തിലുള്ള ചലനങ്ങൾ മാത്രമാണ് സൃഷ്ടിക്കുന്നത്. അതേ സമയത്ത് നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആ ഗ്രാഫ് മുകളിലേക്ക് തന്നെ ഇത്തിരി സിക്സാഗ് ആയിരിക്കും, അതായത് ഇത്തിരി കയറി ഇറങ്ങിയായിരിക്കും, നേർരേഖയായിരിക്കില്ല, പക്ഷെ അത് മുകളിലേക്ക് തന്നെ ആയിരിക്കും പോവുക. അപ്പൊ എന്ത് വെച്ചാൽ ലാഭസാധ്യത കൂടുതലാണ് സ്വർണത്തിൽ നിക്ഷേപിച്ചാൽ എന്ന്.
അങ്ങനെ വരുമ്പോഴേക്ക് 1 ലക്ഷം രൂപ കൊടുത്ത 1 പവൻ വാങ്ങുന്നതിന് പകരം 50,000 രൂപയുണ്ടെങ്കിൽ അത് കൊടുത്ത് അതിന്റെ സ്വർണ്ണ ETF ചേരുക. ആ തരത്തിൽ 10,000 ആണെങ്കിൽ അങ്ങനെ ചേരുക, 1000 ആണെങ്കിൽ അങ്ങനെ ചേരുക. ആ തരത്തിൽ സ്വർണ്ണ ETF എക്സ്ചേഞ്ച് ട്രേഡ് ഇൻ ഗോൾഡ് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഒരു കാരണമാണ് സ്വർണത്തിന്റെ വില കൂടാൻ. രണ്ടാമത് നമ്മളെ സംബന്ധിച്ച് വേറൊരു വളരെ നമ്മളെ സംബന്ധിച്ച് മാത്രമല്ല, ലോക വ്യാപാരത്തെ സംബന്ധിച്ച് തന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വർഷം തന്നെ, അതായത് നമ്മുടെ ഇപ്പൊ ഇന്ത്യയുടെ മാത്രം കേസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ 3 മാസങ്ങളിലെ ഇറക്കുമതി വളരെ കൂടി, അതേസമയത്ത് കയറ്റുമതി വലിയ തോതിൽ കുറഞ്ഞു. എന്ന് പറഞ്ഞാല് ജെംസ് ആൻഡ് ജ്വല്ലറി തന്നെ എടുക്കുക. ജെംസ് ആൻഡ് ജ്വല്ലറി വലിയ തോതിൽ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഞാൻ നേരത്തെ ഒരു ദിവസം സൂചിപ്പിച്ചതുപോലെ അമേരിക്കയ്ക്ക് ഇഷ്ടമുള്ള ഡിസൈൻസിലാണ് വജ്ര, ഡയമണ്ട് ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങളൊക്കെ നമ്മൾ ഇവിടെ മാനുഫാക്ചർ ചെയ്ത് അങ്ങോട്ട് അവരുടെ മാർക്കറ്റിന് താല്പര്യം അനുസരിച്ച് അയക്കുന്നുണ്ട്. അങ്ങനെ കയറ്റി അയച്ചുകൊണ്ടിരുന്നിടത്ത് 0 ആയിരുന്നു 2025 വരെ ഉണ്ടായിരുന്ന ഇറക്കുമതി ചുങ്കം. അതായത് അങ്ങോട്ട് നമ്മൾ കയറ്റുമതി ചെയ്യുമ്പോഴുള്ള ചുങ്കം, അവിടെ ഇറക്കുമതി ചെയ്യുന്നതിന് അവിടെ ചാർത്തുന്ന ചുങ്കം. ആ ചുങ്കമാണ് ഒറ്റയടിക്ക് ആദ്യം 25% ഓഗസ്റ്റില്. അത് ഓഗസ്റ്റ് 27 ആയപ്പോഴേക്കും ചില കണ്ടീഷൻസ്, അമേരിക്കയുടെ കണ്ടീഷൻസ്, ഉപാധികൾ സ്വീകരിക്കാത്തത് കൊണ്ട് 50% അതായത് നേരെ ഇരട്ടി 100% വർധനവ് വരുത്തി. അതിനുശേഷം ഈ 2 മാസം കൊണ്ട്, അതായത് ഒക്ടോബറിൽ തന്നെ 40% ഇടിവാണ് ജെംസ് ആൻഡ് ജ്വല്ലറി എക്സ്പോർട്ട്സ് അമേരിക്കയിലേക്ക് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അമേരിക്കയിലേക്ക് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന കൺട്രിയാണ് അമേരിക്ക. അപ്പൊ അമേരിക്ക ഈ താരിഫ് യുദ്ധം തുടങ്ങിയത് മുതൽ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി അമേരിക്കയിലേക്ക് വലിയ തോതിൽ കുറഞ്ഞു. അത് തുകൽ ഉൽപ്പന്നങ്ങള്, വസ്ത്രങ്ങള്, നമ്മുടെ ബെഡ്ഷീറ്റ്സ് ഒക്കെ അമേരിക്കയിൽ ഏത് വലിയ ഷോപ്പിൽ ചെന്നാൽ ഇന്ത്യൻ ബെഡ്ഷീറ്റ്സ് ഒക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അതുപോലെ തുകൽ ഉൽപ്പന്നങ്ങള് അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മുടെ റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ഇതെല്ലാം അമേരിക്കയുടെ താല്പര്യം അനുസരിച്ച് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ. അപ്പൊ അതിന്റെ ഒക്കെ കയറ്റുമതിയിലാണ് വലിയ കുറവുണ്ടായത്. അങ്ങനെ നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് വർദ്ധിച്ചു. ഏത് രാജ്യത്തിന്റെ ട്രേഡ് ഡെഫിസിറ്റ് വർദ്ധിക്കുന്നുവോ അത് വലിയ തിരിച്ചടിയാണ് അവരുടെ കറൻസിയുടെ വാല്യൂവിലും ഒക്കെ. അങ്ങനെയാണ് നമ്മുടെ കറൻസിയുടെ വാല്യൂ തിരിച്ചടി നേരിടുന്നത്. അപ്പൊ കറൻസിയുടെ വാല്യൂ തിരിച്ചടി നേരിക്കൊണ്ടിട്ടിരിക്കുന്ന ഈ സാഹചര്യത്തില് സ്വർണത്തിലാണ് അധികം പേരും നിക്ഷേപിക്കുന്നത്. അതായത് സ്വർണം ETF, ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡ് മെത്തേഡ്, അതാണ് എന്ന് പറയുന്നത്. അപ്പൊ ആ തരത്തില് സ്വർണം നിക്ഷേപിക്കുന്നത് കൊണ്ടാണ് സ്വർണത്തിന്റെ വില അടിക്കടി കയറുന്നു, അതിനിടയ്ക്ക് ഇത്തിരി കുറയുന്നു, പിന്നെ അതിനേക്കാൾ കൂടുന്നു, ഇങ്ങനെ കയറുന്നത്. അപ്പൊ ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഒന്നാമതായിട്ട് US-ന്റെ ട്രേഡ് നയം വ്യക്തമാകണം. അതായത് ഇന്ത്യയിൽ ഇന്ത്യക്ക് നേരെ എത്ര ശതമാനം ഇതാണ് താരിഫാണ് ഏർപ്പെടുത്തുക. അത് ഈ ഡിസംബറിലെങ്കിലും തീരുമാനിക്കപ്പെടും. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അത് ഞാനിപ്പോ അത് അത്ര ശക്തമായിട്ട്, അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയത് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇന്ത്യ അത് സമ്മതിക്കുന്നില്ല. ഇന്ത്യ അത് സമ്മതിക്കാത്തത് ഡംബുകാരനായ ട്രംപിന് വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ടാണ് ഒന്നാമതായിട്ട് ട്രംപ് ഈ നമ്മളുമായിട്ടുള്ള ട്രേഡ് കരാറിൽ ഒപ്പുവെക്കാൻ പിന്നെ പല കാരണങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുന്നത്. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് സത്യസന്ധമായിട്ടാണോ പറയുന്നത്? ട്രംപിന്റെ സ്വാധീനം ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ പുൽവാമ ആക്രമണം നടന്നപ്പോൾ ആ സ്വാധീനം കൊണ്ടാണോ നമ്മൾ നിർത്തിയത് യുദ്ധം എന്ന് ഉറപ്പില്ല. പക്ഷെ ആ സ്വാധീനം തീർച്ചയായിട്ടും ഇന്ത്യയെ സ്വാധീനിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ അതൊരു 3ാം ലോക മഹായുദ്ധമായിട്ട് തന്നെ മാറുമായിരുന്നു. അങ്ങനെ മാറരുതായിരുന്നു. അപ്പൊ ട്രംപിന്റെ സ്വാധീനമുണ്ട്. പക്ഷെ ട്രംപ് പറഞ്ഞത് അനുസരിച്ചു എന്ന് അംഗീകരിക്കാൻ നരേന്ദ്രമോദി, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ഇഷ്ടമില്ല. അത് നമുക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തില് ഈ താരിഫ്, ഇന്ത്യക്കെതിരെയുള്ള താരിഫ് യുദ്ധം ഒന്ന്
അവസാനിച്ചാലേ ഇന്ത്യയിലേക്കുള്ള, അപ്പൊ ഇങ്ങനെയൊക്കെ സ്വർണത്തിന്റെ വില കൂടി നിൽക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ഇന്ത്യയിലേക്കുള്ള സ്വർണ്ണ ഇറക്കുമതിയിൽ ഒരു കുറവും വരുന്നില്ല. അതായത് 200% വർധനവാണ് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ ഇന്ത്യയിലേക്കുള്ള സ്വർണം ഇറക്കുമതിയിൽ വന്നിരിക്കുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 200% വർധനവ്. അതേ സമയത്ത് ജനുവരി മുതൽ ഏപ്രിൽ വരെ 2025 ജനുവരി, ഏപ്രിൽ മാസങ്ങളില് അതിൽ കുറവുണ്ടായിരുന്നു. അതായത് ഈ ഗോൾഡിന്റെ ഇമ്പോർട്ട്, ഇന്ത്യയിലേക്കുള്ള ഇമ്പോർട്ട് കുറഞ്ഞിരുന്നു. ആ സ്ഥാനത്താണ് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ 200% വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്വർണ്ണ ETF, സ്വർണ്ണ എക്സ്ചേഞ്ച് ട്രേഡ്, അത് കാരണം കൊണ്ടാണ് അത്തരം വലിയ വർധന ഉണ്ടായിരിക്കുന്നത്. അത് മാത്രവുമല്ല, നമുക്കറിയാം ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലാണ് ഇന്ത്യ ഒട്ടാകെ ഉത്സവങ്ങളുടെ സീസൺ ആകുന്നത്. ആ സമയത്താണ് ആഭരണ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സ്വർണം വാങ്ങുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് ഏണിംഗ്, ഒരു വർഷത്തെ ഏണിങ്ങിന്റെ 20% സ്വർണ്ണ, വജ്ര, ആഭരണ കയറ്റുമതിയിൽ നിന്നാണ് നാം നേടുന്നത്. അപ്പൊ അതിനുവേണ്ടി സ്വർണം ഒരുപാട് ഇറക്കുമതി ചെയ്യേണ്ടി വരും. നമുക്ക് ഗോൾഡ് ഖനികൾ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വർണത്തിന്റെ ഇറക്കുമതിയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായി. അതും സ്വർണത്തിന്റെ വില കൂടാൻ കാരണമായി. അതിങ്ങനെ ചാടിക്കളിച്ച് നിൽക്കാനുമുള്ള കാരണമായിട്ട് ഇതൊക്കെയാണ് കാണുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീമതി മേരി ജോർജ് ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇത് തന്നെയായാലും സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വലിയൊരു കുതിപ്പ് അത് ഇനിയും മുന്നിൽ കാണണം എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനിയും സ്വർണ്ണവില കൂടുമെന്നുള്ളത് തന്നെയാണ് വിദഗ്ധരടക്കം സൂചിപ്പിക്കുന്നത്. മറ്റു വാർത്തകൾ നോക്കുമ്പോൾ, നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷാവിധി ഉച്ചയ്ക്ക് ശേഷം. കുറ്റം ചെയ്തത് ഒന്നാം പ്രതി എന്ന പ്രതിഭാഗം. കുറ്റകൃത്യത്തിൽ എല്ലാവർക്കും ഒരേ പങ്ക് എന്ന പ്രോസിക്യൂഷനും വാദിച്ചു. ബലാത്സംഗം ചെയ്തത് പൾസർ സുനി മാത്രമെന്നും അങ്ങനെയെങ്കിൽ എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷ എങ്ങനെ നൽകാൻ കഴിയുമെന്നും കോടതി ചോദിച്ചു. യഥാർത്ഥ കുറ്റവാളി മറഞ്ഞിരിപ്പുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചു. ഇപ്പോൾ വിവരങ്ങളുമായി ഇർഫാൻ ഇബ്രാഹിം സേട്ട് ചേരുന്നുണ്ട്. ഇർഫാൻ, ഇപ്പോൾ ഈ ഒരു കേസിൽ ശിക്ഷാവിധി വരാനിരിക്കുകയാണ്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? രമ്യ, വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളാണെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടന്നത്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ കഴിയും. കാരണം ഉച്ചയ്ക്ക് ശേഷവും തുടർവാദങ്ങൾ ഉണ്ടാവും. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇതിൽ ശിക്ഷാവിധി പ്രഖ്യാപിക്കുക. കഴിഞ്ഞ ദിവസം 6 പ്രതികൾ, 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. അപ്പോഴും 8ാം പ്രതിയായിട്ടുള്ള ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകളെ വെറുതെ വിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെതിരെ സർക്കാർ അപ്പീൽ പോകുന്നതൊക്കെ പറഞ്ഞിരുന്നു. മാത്രമല്ല, ഇപ്പോൾ ഈ കേസിന്റെ ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളാണ് പ്രോസിക്യൂഷനും പ്രതിഭാഗം അഭിഭാഷകരും തമ്മിൽ കോടതിക്ക് മുമ്പിൽ നടത്തിയിട്ടായിരുന്നത്. മനുഷ്യത്വരഹിതമായി അതിജീവിതയെ പരിഗണിച്ചു, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്തു എന്നുള്ള ഒരു നിലപാടാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും നൽകാൻ കഴിയില്ല. പ്രതികൾക്ക് പരമാവധി നിയമം അനുശാസിക്കുന്ന പരമാവധി കുറ്റമായ ജീവിതാവസാനം വരെയുള്ള ജീവപര്യന്തം തന്നെ നൽകണം എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ വാദിച്ചത്. മാത്രമല്ല, പ്രോസിക്യൂഷൻ പ്രധാന വാദം 6 പ്രതികളും ഒരേപോലെ തന്നെ കുറ്റക്കാരാണ് എന്നുള്ള കാര്യമാണ്. കാരണം ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അവർ കുറ്റങ്ങളിൽ പങ്കാളികളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 6 പ്രതികളെയും ജീവിതാവസാനം വരെയുള്ള ജീവപര്യന്തത്തിന് പരമാവധി ശിക്ഷയ്ക്ക് നൽകണം എന്നുള്ള നിലയിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ വാദിച്ചത്. അപ്പോൾ കോടതിയുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, പൾസർ സുനി മാത്രമാണ് ഈ അതിജീവിതയെ ബലാത്സംഗം ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 6 ആളുകളെയും ഒരുപോലെ കാണുവാൻ കഴിയുമോ എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടായിരുന്നു. അസാധാരണമായ ഒരു ചോദ്യം. ആ ചോദ്യത്തിന് പ്രോസിക്യൂഷൻ നൽകിയൊരു മറുപടി ഉണ്ട്. കാരണം 6 പേരും ഒരുപോലെ കുറ്റക്കാരാണ്, നിയമത്തിൽ കൃത്യമായി അനുശാസിക്കുന്നുണ്ട്. ഒരുപോലെ കുറ്റം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപോലെ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ പോലും കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടുണ്ട് എങ്കിൽ, ആ ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെ കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടുണ്ട് എങ്കിൽ ആ 6 പേരെയും, ആ കുറ്റക്കാരായ മുഴുവൻ ആളുകൾക്കും പരമാവധി ശിക്ഷ നൽകാനുള്ള ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വേണം നൽകാനെന്ന നിലയിലുള്ള കാര്യമാണ് നിയമത്തിൽ അനുശാസിക്കുന്നത് എന്ന കാര്യം പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ ഈ 6 പേർക്കും ഒരേ നിലയിലുള്ള ജീവിതാവസാനം വരെയുള്ള ജീവപര്യന്തം നൽകണം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചത്. തുടർ വാദപ്രതിവാദങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന നിലയിൽ നമുക്ക് പറയാൻ കഴിയും. ഉച്ചഭക്ഷണത്തിന് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വേണ്ടി പിരിഞ്ഞിട്ടുണ്ട് കോടതി. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഇതിൽ ഒരു പ്രതിവാദം നടന്നതിന് ശേഷമായിരിക്കും ഇതിൽ ശിക്ഷാവിധി പ്രഖ്യാപിക്കുക.
രമ്യ. ശരി, ഇർഫാനാണ് വിവരങ്ങൾ നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷാവിധി ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ശിക്ഷാവിധി വരുന്നത്. കോടതി ഇപ്പോൾ ഉച്ചയൂണിനായി പിരിഞ്ഞിരിക്കുകയാണ്. കുറ്റം ചെയ്ത ഒന്നാം പ്രതി എന്ന പ്രതിഭാഗം വാദിക്കുമ്പോഴും കുറ്റകൃത്യത്തിൽ എല്ലാവർക്കും ഒരേ പങ്കെന്ന വാദത്തിൽ നിൽക്കുകയാണ് പ്രോസിക്യൂഷനും. ബലാത്സംഗം ചെയ്തത് പൾസർ സുനി മാത്രമാണെങ്കിൽ എന്തിനാണ് എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷ എങ്ങനെ നൽകാൻ കഴിയുമെന്നൊരു ചോദ്യവും കോടതി ചോദിച്ചിട്ടുണ്ട്. യഥാർത്ഥ കുറ്റവാളി മറഞ്ഞിരിപ്പുണ്ടെന്ന് ആണ് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. എന്തു തന്നെയായാലും കേരളം കാത്തിരിക്കുന്ന ഒരു വിധി ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി.